വെച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാകും. അത് ഓഡിറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉള്ള ഒന്നാമത്തെ ഒരു പരാമർശം അവിടെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മെഡിക്കൽ ഓഫീസർ ചുരുക്കപ്പ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. പിന്നെ വെട്ടലും തിരുത്തലും പരമാവധി ഒഴിവാക്കണം. പിന്നെ അവധികളുടെ സമയത്ത് ചുവന്ന മഷിയിൽ എഴുതണമെന്ന് ഇവിടെയാണ് ഞാൻ പറഞ്ഞു കണ്ടത്, വേറെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവധികൾ പരമാവധി ചുവന്ന മഷിയിൽ എഴുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ജീവനക്കാരുടെ പെൻ നമ്പർ എഴുതി ചേർക്കണം എന്നുള്ളത് ഈ അടുത്ത് വന്നിട്ടുണ്ട്. പെൻ നമ്പർ കൃത്യമായിട്ട് എഴുതി ചേർക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അവരുടെ അറ്റൻഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് അറ്റൻഡൻസ് ഇമെയിൽ വഴി എത്തിച്ച് തന്നാൽ മാത്രമേ നമ്മൾ അവരുടെ സാലറി പ്രോസസ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് അവിടെ സാലറി പ്രോസസ് ചെയ്യാതെ വെക്കാം. പിന്നെ ലീവ് ഒരുമിച്ച് എടുക്കുന്നതിന്റെയാണ് എപ്പോഴും ഒരു ചോദ്യം വരാറുള്ളത്. അതിനെപ്പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് നമ്മുടെ KCMയുടെ സൈറ്റിനകത്തുണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റ് ഉദ്ദേശം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ഓഫ് HP, CL ഇതൊക്കെ ഒരുമിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതുകൊണ്ട് അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആവുകയും അത് മറ്റൊരു ലീവായിട്ട് മാറ്റാനായിട്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ ലീവ് ഒരുമിച്ച് എടുക്കാമെന്നുള്ള ചോദ്യം വരും. അതിനകത്ത് മറുപടി പറയുന്നില്ല, നമ്മുടെ സൈറ്റിനകത്തുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ ടൂറാണ്. സ്റ്റാഫിന്റെ ടൂർ എന്നുള്ള ആ ടൂർ ഡയറി അല്ലെങ്കിൽ ടൂർ നമുക്ക് തന്നു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ടൂർ അവർ തരും. ഓക്കെ, ഫൈൻ, അത് കുഴപ്പമില്ല. അഡ്വാൻസ് ടൂർ തന്നതിന് ശേഷം അവരുടെ ആ മാസാന്ത്യ ടൂർ നമുക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമേ, ഫീൽഡ് സ്റ്റാഫിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അത് തന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ സാലറി പാസ്സാക്കേണ്ടതുള്ളൂ എന്നാണ്. പക്ഷെ നമുക്കറിയാം പലപ്പോഴും നമ്മൾ എല്ലാവരുടെയും സാലറി അങ്ങ് പാസ്സാക്കുന്ന കൂട്ടത്തിൽ അതും അങ്ങ് പാസ്സാക്കുകയാണ് ചെയ്യുക. പക്ഷെ ശരിക്കും അതിന്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു പെർമനന്റ് കൺവെയൻസ് അലവൻസ് PCA വാങ്ങുന്നവരാണ്. അവരുടെ ടൂർ നമുക്ക് തന്ന് സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഓഫീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അവരുടെ സാലറി പാസ്സാക്കി കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ മാസാന്ത്യ ടൂർ നൽകുമ്പോൾ പലപ്പോഴും ഇതും അറ്റൻഡൻസും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതിനകത്തൊരു CL ആയിരിക്കും ചിലപ്പോൾ ടൂറിനകത്ത് ഉണ്ടാവുക. പക്ഷേങ്കിൽ അതേസമയം തന്നെ ചിലപ്പോൾ അറ്റൻഡൻസിനകത്ത് അത് ഒപ്പുവെച്ചിട്ടുണ്ടാകും. അപ്പോ അത് ഇവരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന അഡ്വാൻസ് ടൂർ പോലെ തന്നെ അതിന്റെ ഒരു കോപ്പി തന്നെ എടുത്തിട്ട് ടൂറായിട്ട്, മാസാന്ത്യ ടൂറായിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് എന്താണോ ഒരു മാസം ചെയ്തത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ടൂറിനകത്ത് എഴുതേണ്ടത്. അങ്ങനെ എല്ലാത്തിനും വന്ന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ് ഇത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ മേൽനോട്ട ചുമതല എന്നുള്ളത് മെഡിക്കൽ ഓഫീസർക്കും ഉണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ TR5 ഈ TR5ലേക്ക് പോയി. എന്നിരുന്നു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള TR5 ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചില ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാൻ സാധിക്കും. അതായത് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് TR5 വരുന്ന കളക്ഷൻ, ആ കളക്ഷൻ എന്തായി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ബുക്കിനകത്തും കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്തായിരുന്നെങ്കിൽ, നേരത്തെ ആയിരുന്നെങ്കിൽ അത് ട്രഷറിയിലേക്ക് നേരിട്ട് അടക്കുന്ന ആ ഒരു രീതിയായിരുന്നു. അപ്പോ പിന്നെ ഇപ്പോഴും അത് തന്നെയാണ്. പിന്നെ ഈ TR5ന്റെ ഇതിനകത്ത് രസീതി നമ്പർ ചേർക്കണം എന്നുള്ളതാണ് ക്യാഷ് ബുക്കിനകത്ത് ചേർക്കുമ്പോൾ. അപ്പോ പഴയ പിന്നെ റെസീപ്റ്റ് ബുക്ക് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അപ്പോ അതൊക്കെയാണ് നമ്മൾ TR5ന്റെ കാര്യത്തിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റും ഇപ്പോ ഓഡിറ്റേഴ്സ് പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആരൊക്കെയാണോ ഇൻകം ടാക്സിന്റെ സ്ലാബിനകത്ത് താഴെ വരുന്നത്, 2.5 ലാക്സിന്റെ മുകളിൽ ഒരു ആനുവൽ ഇൻകം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. അത് ആന്റിസിപ്പേറ്ററി വെച്ചിരിക്കണം. പിന്നെ നവംബർ മാസത്തിൽ സാലറി പ്രോസസിംഗ് സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കണം. പിന്നെ ഫെബ്രുവരി മാസത്തിലും സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കണം. അപ്പൊ അത് പ്രകാരം അവര് ഈ രീതിയിൽ ഹൗസ് ലോണിന്റെ അതിനൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടാകും. അപ്പൊ ട്യൂഷൻ ഫീസ് ക്ലെയിം ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ വാങ്ങിച്ചു വെക്കാറുള്ളൂ. അത് മാത്രമല്ല അതിന്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ കോപ്പി കൂടി എന്താണോ ക്ലെയിം ചെയ്യുന്നത്, ഹൗസിംഗ് ലോൺ ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ അത് ആ വ്യക്തി ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അവരുടെ ഓണർഷിപ്പിലായിരിക്കണം ആ വീട്. മീൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണോ അവർ ക്ലെയിം ചെയ്യുന്നത് അതിന്റെയൊക്കെ പ്രൂഫ് വെക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത്രയുമാണ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുള്ളത്. ഓഫീസിന്റെ കാര്യങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഓഫീസിന്റെ കാര്യത്തിനകത്ത് പറയാനുള്ളത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ക്ലർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് കരുതി അതിന്റെ പിറകെ നമ്മൾ പോകാൻ പാടില്ല. അതായത് ഇതിനകത്ത് കാണുക,
മെഡിക്കൽ ഓഫീസർ അടക്കം ആൾക്കാർ ഫെബ്രുവരി മാസം 31 തീയതി അടക്കം ഒപ്പിട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് വിശദീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ആ രീതിയിൽ എല്ലാ സ്റ്റാഫും ഒരുപോലെ പാളിച്ച പറ്റുന്ന രീതിയിലേക്ക് പോകാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പൊ ഇതൊക്കെ ആ ഓഫീസിൽ നമ്മൾ നേരത്തെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നോക്കേണ്ടി വരുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങൾ നോക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഓഫീസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊരു ഇത് നടക്കുന്നത് നമ്മൾ സാലറി പ്രൊസസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാലറി പ്രൊസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫീൽഡ് സ്റ്റാഫിന് ലീവ് എടുക്കുന്ന സമയത്ത് അവരുടെ പെർമനന്റ് കൺവെയൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതായത് ഏൺ ലീവിന്റെ കാര്യത്തിലാണ്, അങ്ങനെയുള്ള ലീവിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഹാഫ് ലീവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലീവ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് അവര് പെർമനന്റ് കൺവെയൻസ് അലവൻസ് എന്നുള്ള അത് കുറച്ചിട്ട് വേണം അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അത് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചടക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, സബ് സെന്ററിന് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉള്ള JPSനാണെങ്കിൽ അവർക്ക് HRA നൽകാനായിട്ട് പാടുള്ളതല്ല. അല്ല എങ്കിൽ അവര് ആ സബ് സെന്ററിന്റെ ബിൽഡിങ്ങിന് ഇപ്പോ ഫിറ്റ് അല്ല, അത് താമസിക്കാൻ യോഗ്യമല്ല എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ട എഞ്ചിനീയർ ഒരു സാക്ഷ്യപത്രം ഹാജരാക്കണം. എന്ന് മാത്രമല്ല, എപ്പോഴാണോ അത് അൺഫിറ്റ് ആവുന്നത് ആ അൺഫിറ്റ് ആകുന്ന ആ കാലഘട്ടം തൊട്ട് മാത്രമേ അവർക്ക് അതിന് ആ HRA ലഭിക്കാനായിട്ട് അവർക്ക് അർഹതയുള്ളൂ. അപ്പോ ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ അൺഫിറ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള ഡേറ്റ് വെച്ച് മാത്രമേ അവർക്ക് പിന്നെ HRA വാങ്ങിക്കാനായിട്ട് ഉള്ളൂ. അല്ലെങ്കിൽ ആ തുക അവര് അടക്കേണ്ടി വരും. പിന്നെ ബിൽഡിംഗ് ഇല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ അല്ല, പക്ഷെങ്കിൽ അവർ ഇങ്ങനെ ഒരു കാര്യം എഴുതാം. അതായത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 5 സബ് സെന്റർ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് 5നും ബിൽഡിംഗ് ഇല്ല. അപ്പോ ആ ബിൽഡിംഗ് ഇല്ല എന്നുള്ള കാര്യം പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ളത് മറ്റൊരു കാര്യം ക്വാർട്ടേഴ്സ് ആണ്. പല സ്ഥാപനങ്ങളിൽ PHCകളിൽ അടക്കം ചില സ്ഥലങ്ങളിൽ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ ക്വാർട്ടേഴ്സിനാണെങ്കിൽ അവിടെ ഒരു രജിസ്റ്റർ KFC വോളിയം 2ന്റെ ഫോം 1 ഒരു രജിസ്റ്റർ ഉണ്ട്. അതും നമ്മുടെ സൈറ്റിനകത്തുണ്ട്. അപ്പോൾ അത് അതുപോലെ പരിപാലിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ക്വാർട്ടേഴ്സ് ഏത് ജീവനക്കാർക്ക് വേണ്ടിയാണോ അത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലായിരിക്കും, പക്ഷെ അത് നിർമ്മിക്കുന്ന സമയത്ത് ഇന്ന ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സ് ആണ് എന്നുള്ളത് ഉണ്ടായിരിക്കും. മെഡിക്കൽ ഓഫീസർക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ജീവനക്കാർക്കായിരിക്കാം. അപ്പോ അതിന് ആ ജീവനക്കാർക്ക് വേണ്ടി മാത്രം ആ ഒരു ക്വാർട്ടേഴ്സ് അനുവദിക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ ധനനഷ്ടം ഉണ്ട്. അത് ചിലപ്പോ MO അടയ്ക്കേണ്ടി വരും. അതിന്റെ കാര്യം പറയാം. അതായത് ഒരു സ്ഥാപനത്തിൽ വന്ന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്, അവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്നുള്ള രീതിയിലുള്ള ഒരു ക്വാർട്ടേഴ്സ് ആണ്. അപ്പോ മെഡിക്കൽ ഓഫീസർ അഥവാ സിവിൽ സർജന് വേണ്ടിയിട്ടാണ് ഒരു ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പൊ ഈ പേരിലുള്ള ആൾക്കാരൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഉത്തരവ് പ്രകാരം ആ ജീവനക്കാർക്ക് അനുവദിക്കപ്പെട്ട ക്വാർട്ടേഴ്സുകളിലെ ജീവനക്കാരിൽ നിന്നും HRAയും അതുപോലെ തന്നെ 2% റെന്റും, അവരുടെ ബേസിക് പേയുടെ 2% 2% എന്നുള്ള റെന്റും ഇഴിച്ചിട്ട് മാത്രമേ അവർക്ക് സാലറി കൊടുക്കാൻ പാടുള്ളൂ. അതായത് സാലറിയിൽ അവർക്ക് അതായത് ഒരു സ്ഥാപനത്തിലെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്കുള്ള ക്വാർട്ടേഴ്സ് ആണെന്നാണ് അതിന്റെ രേഖകൾ പ്രകാരമുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ മെഡിക്കൽ ഓഫീസർ അവിടെ താമസിക്കുന്നില്ല എങ്കിൽ പോലും അയാൾ ചിലപ്പോൾ താമസിക്കുന്നുണ്ടാവില്ലായിരിക്കും, അയാളുടെ വീട് അടുത്ത് തന്നെയായിരിക്കും, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അയാൾക്ക് HRA കൊടുക്കാൻ പറ്റില്ല. കാരണം അതിന് സർക്കാർ പറയുന്നതാണ്, സർക്കാരിന്റെ പൈസ എടുത്ത് സർക്കാരിന്റെ പൈസ ചെലവഴിച്ച് ഒരു ക്വാർട്ടേഴ്സ് കെട്ടി, അത് താമസിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ സർക്കാർ അതിനു വേണ്ടി പൈസ ചെലവഴിച്ചു, അതുകൊണ്ട് തന്നെ ഇനി HRA നിങ്ങൾക്ക് തരാൻ പറ്റില്ല. പോരാത്തതിന് 2% ഓഫ് ഈ ബേസിക് പേയും നിങ്ങൾക്ക് കിട്ടില്ല, റെന്റ് എന്നുള്ള രീതിയിൽ അത് നമ്മൾ പിടിക്കും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ക്വാർട്ടേഴ്സ് അവിടെ ഉണ്ടായി പോയി എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഈ ഒരു ഒന്നാമത്തെ ഡോക്ടർക്ക് 39,000 രൂപയും രണ്ടാമത്തെ ഡോക്ടർക്ക് 16,000 രൂപയും തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവര് ഇത് അതേ സ്ഥാനത്ത് തന്നെ വന്ന ആദ്യത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. പിന്നീട് ഓഡിറ്റ് ടീം വേറെ സമയത്ത് പോയി, അപ്പോ അതേ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ആ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ അവർ കുറച്ച് റെക്ടിഫൈ ചെയ്തു, പക്ഷെ എന്നിട്ടും പൂർണ്ണമായിട്ടും റെക്ടിഫൈ ആയിട്ടില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് അവിടെ ആ സിവിൽ സർജന്റെ ക്വാർട്ടേഴ്സ് ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ.
അപ്പൊ സിവിൽ സർജന്റെ HR കട്ട് ചെയ്തു. ഇപ്പൊ സിവിൽ സർജൻ HR കിട്ടുന്നില്ല. അതുപോലെ തന്നെ അതേസമയം റെന്റ് റിക്കവറി അവിടെ അവർ കാണിക്കുന്നത് അവിടെ തന്നെ HIക്ക് അത് താമസിക്കാൻ കൊടുത്തു. അപ്പൊ HIയുടെ റെന്റ് ആണ് 2% ഓഫ് ദി ബേസിക് ആണ് കട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും സർക്കാർ കാണുന്നത് സർക്കാർ നഷ്ടമാണ്. കാരണം മെഡിക്കൽ ഓഫീസറിന്റെ റെന്റിന് 2% ആണെങ്കിൽ സർക്കാരിന് കുറച്ചുകൂടെ പൈസ കിട്ടിയിരുന്നു. പക്ഷെ HIയുടെ പിന്നെ 2% ഓഫ് ദി ബേസിക് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ സർക്കാരിന് വീണ്ടും നഷ്ടമാണ്. അപ്പൊ അത് HR കൃത്യമായിട്ട് ആ മെഡിക്കൽ ഓഫീസറിന്റെ HR തന്നെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ആർക്കാണോ ഈ പിന്നെ ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുള്ളത് അത് അവർക്ക് തന്നെ അതായത് മെഡിക്കൽ ഓഫീസറിന്റെ ക്വാർട്ടേഴ്സ് ആണ് എങ്കിൽ അത് മെഡിക്കൽ ഓഫീസറിന് തന്നെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിയമപരമായിട്ട് ചെയ്യാനുള്ളത്. ഈ ഒരു ക്വറി അതായത് പലപ്പോഴും ഈ രീതിയിൽ ഒരു PHCയിലൊക്കെ അനാവശ്യമായിട്ടാണെന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് പറയുന്നില്ല, എന്നാലും ഒരു ആവശ്യമില്ലാതെ ക്വാർട്ടേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വാർട്ടേഴ്സ് പലപ്പോഴും അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്കോ മറ്റു ഡോക്ടേഴ്സിനോ ആവശ്യം വരും. അതേസമയം തന്നെ ദൂരെ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന HI അല്ലെങ്കിൽ ആ വിഭാഗം ഗ്രേഡ് 2 അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആവശ്യം വരും. അപ്പൊ അവർക്ക് അത് അനുവദിച്ചു കൊടുക്കും. പക്ഷേ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാമോ എന്നുള്ള ഒരു ക്വറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കിട്ടിയ മറുപടി ഇതാണ്: ഒന്ന്, സർക്കാർ കാണുക അതൊരു ധനനഷ്ടമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ ഓഫീസറിന്റെ HRയും അതുപോലെ തന്നെ 2% ബേസിക് പേയും കിട്ടേണ്ട സ്ഥലത്ത് മറ്റൊരു കീഴ് ജീവനക്കാരന്റെ അതിലും താഴ്ന്ന ബേസിക് പേയുള്ള ജീവനക്കാരന്റെ HRയും അതുപോലെ തന്നെ ബേസിക് പേയുടെ 2% മാത്രമേ സർക്കാരിന് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് നഷ്ടമാണ്. രണ്ടാമത്തേത്, അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അതിന് ആരാണോ ഈ പറഞ്ഞ ആൾക്ക് ആ ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചു കൊടുത്തത് അയാളും കൂടെ ഉത്തരവാദിയായിട്ട് വരും. കാരണം ഒരു ഇമ്മോറലോ അല്ലെങ്കിൽ ഇല്ലീഗലോ ആയിട്ട് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസറിന്റെ അനുമതിയോട് കൂടിയാണ് പോയിട്ട് ഇയാൾ അവിടെ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ വരും. അതുകൊണ്ട് തന്നെ രേഖാമൂലം അനുവദിച്ചു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ആ ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുള്ളത് അവർക്ക് തന്നെ അനുവദിച്ചു കൊടുക്കുക. പിന്നെ അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ ചിലപ്പോൾ വേണമെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു സ്റ്റാഫിന് അവിടെ താമസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതും ഔദ്യോഗികമായിട്ടുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു നീക്കുപോക്കിന്റെ കാര്യത്തിൽ മാത്രം. അപ്പോ ഇതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു മെഡിക്കൽ ഓഫീസർ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും മെഡിക്കൽ ഓഫീസർ ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും വലിയ കാര്യത്തിൽ അത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ ഒരു HS ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് അവരും താമസിക്കുന്നില്ല, ആർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് HMCക്ക് തോന്നി അവിടെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് കൊണ്ടുവരാന്ന്. അപ്പൊ ഈ ഫിസിയോതെറാപ്പി യൂണിറ്റിനെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് വീണ്ടും സർക്കാർ കാണുന്നത്? സർക്കാർ കാണുന്നത് അവിടെ ഓരോ മാസവും HRയും അതുപോലെ തന്നെ റെന്റിന്റെ 2% കിട്ടേണ്ട സ്ഥലത്ത് ഒരു സംഭവം കിട്ടുന്നില്ല. പോരാത്തതിന് അത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതും ഒരു ഒബ്ജക്ഷൻ ആണ്. അപ്പൊ ആ രീതിയിൽ ക്വാർട്ടേഴ്സ് HMCയുടെ ഒരു തീരുമാനം വെച്ച് മാത്രം ഒരിക്കലും മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ രജിസ്ട്രേഷൻ ആണ്, മറ്റൊന്ന് സാലറി പ്രോസസിംഗ് ആണ്. ഇനി ഒരു 3 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതിൽ ഒന്നാണ് HMCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ HMC എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ HMCയുടെ റൂൾസ് എന്താണ് എന്നുള്ളതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. HMCയുമായിട്ട് ബന്ധപ്പെട്ട് ചില മെഡിക്കൽ ഓഫീസേഴ്സിന് വന്നിട്ടുള്ള കുറച്ച് ഒബ്ജക്ഷൻസ് മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ LSTDയുടെ ഒരു ലെറ്റർ പ്രകാരം HMCകൾ സൂക്ഷിക്കേണ്ട, സോറി ഇത് LSTD അല്ല, ഈ ലെറ്റർ പ്രകാരം സൂക്ഷിക്കേണ്ട ഒരു കുറച്ച് രജിസ്ട്രേഷൻ ഉണ്ട്. ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ വരവ് രജിസ്റ്റർ, ചെലവ് രജിസ്റ്റർ, ചെക്ക് ഡ്രാഫ്റ്റ് രജിസ്റ്റർ, ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പ്രകാരമുള്ള ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ HMCയുടെ ഭാഗമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി കൊടുത്തത് LSTDയുടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടന്നപ്പോഴാണ്. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ HMCയുമായിട്ട് ബന്ധപ്പെട്ട നിയമനമാണ്. നിയമനം എപ്പോഴും അത് HMCയുടെ ആ ഗൈഡ് ലൈനകത്ത് ഒരു സെലക്ഷൻ കമ്മിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ.